എറണാകുളത്ത് വീണ്ടും സൈബർ തട്ടിപ്പ്. ഗാന്ധിനഗർ സ്വദേശിക്ക് നഷ്ടമായത് 89,33,000 രൂപയാണ്. ബ്ലോക്ക് ട്രേഡ് നടത്തിയാൽ ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. 2 പേർക്കെതിരെ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അനൽക സെയ്ദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനൽക, ഏത് രീതിയിലാണ് ഈ തട്ടിപ്പുകാർ ഇയാളുമായി ബന്ധപ്പെട്ടത്? എങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത്? രജീഷ്, എറണാകുളം ജില്ലയിൽ വീണ്ടും ബ്ലോക്ക് ട്രേഡിങ്ങിന്റെ പേരിൽ തട്ടിപ്പ് വ്യാപകമാകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് എറണാകുളം ഗാന്ധിനഗർ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 89 ലക്ഷത്തിലധികം രൂപയാണ് എറണാകുളം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത്. അതായത് എറണാകുളം ഗാന്ധിനഗർ സ്വദേശിയായിട്ടുള്ള അയ്യപ്പൻ സതീഷ് പിള്ളക്കാണ് ഇത്തരത്തിൽ ബ്ലോക്ക് ട്രേഡിങ്ങിന്റെ പേരിൽ ലാഭം വിഹിതം കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ തിരിച്ചു വിശ്വസിപ്പിച്ചുകൊണ്ട് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും തുടർന്ന് ഈ ലാഭം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ സമയത്ത് ആണ് ഇത്തരത്തിൽ താൻ തട്ടിപ്പിനിര എന്ന കാര്യം അയ്യപ്പൻ പിള്ളക്ക് ഇത്തരത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. ഈ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ പോലീസിന് അയ്യപ്പൻ സതീഷ് പിള്ള ഇത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതായത് നവംബർ 20 മുതൽ 2025 ഡിസംബർ 6 വരെയുള്ള കാലയളവിൽ 12 തവണകളിലായാണ് 89 ലക്ഷം രൂപ ഈ പ്രതികളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ രണ്ട് പേർക്കെതിരെയാണ് കൊച്ചി സൈബർ പോലീസ് ഇപ്പോൾ പരാതി എടുത്തിട്ടുള്ളത്. രൂപ ബൂഡ്ര അതുപോലെ തന്നെ മംഗളം ഗണേഷ് എന്നിവർക്കെതിരാണ് കൊച്ചി സൈബർ പോലീസ് പരാതി എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആനന്ദ്രാദി ഇൻവെസ്റ്റ്മെന്റ് സർവീസിന്റെ ടീം ലീഡർ ആണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റ് പരാതികളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇടക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ കുറഞ്ഞിരുന്നാൽ ഏറെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ബ്ലോക്ക് ട്രേഡിങ്ങിന്റെ പേരിലുള്ള തട്ടിപ്പ് വീണ്ടും എറണാകുളം ജില്ലയിൽ വ്യാപകമാകുന്നത്. രുജീഷ്.